ഹലോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ മിന്നൂസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വ്ലോഗ് എടുക്കണമെന്നുള്ള ഒരു പ്രതീക്ഷയില്ലാതെ നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ അടുത്ത് തന്നെ നീലപ്പാലം പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ബ്രിഡ്ജാണ്, നമ്മൾ അത് കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഹലോ ഗായ്സ്, ഫസ്റ്റ് വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഫ്ലോപ്പായി ഗായ്സ്, ഭാവിയില്ലാന്നാണ് പറയുന്നത്. ഞങ്ങളിപ്പോൾ മറ്റേ നമ്മുടെ നീലപ്പാലം പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നടന്നാണ് പോകുന്നത്. നമ്മ എന്താ യൂണിവേഴ്സിറ്റി നേരെ നടക്കാണ് ഗൈസ്. ഞാൻ അങ്ങനെ പൊതുവെ നടക്കാത്ത ഒരാളാണ്. പക്ഷേ 105 110 രൂപയ്ക്ക് ഞങ്ങൾ ജയിച്ച്. പിന്നെ ചായ കുടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ അപ്പൊ ഇനിയിപ്പോ നമ്മള് നീലപ്പാലം എത്തിയിട്ട് ബാക്കി ഇങ്ങനെ കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ ഇത് യൂട്യൂബർ. ഇത് പക്ഷെ വന്നപ്പോ എനിക്ക് യൂട്യൂബറാന്ന് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ നേരത്തെ വ്ലോഗിങ് തുടങ്ങിയേനെ. തിരിയണ മക്കളെ, തിരിയണ അങ്ങോട്ട് എങ്ങോട്ട് പോകുന്ന ഇവിടെ അല്ലേ ഈ വഴിയല്ലേ? ഇത് റോഷിനി, ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്. അല്ല അതെ ആ വഴി. ഇത് അഖിലേട്ടൻ. അഖിലേട്ടൻ നമ്മുടെ PhD സ്കോളറാണ്. മാസം 1.5 ലക്ഷം സാലറിക്ക് വാങ്ങുന്ന ആളാണ്. അപ്പൊ ഓക്കെ ഗൈസ്, നമുക്ക് അവിടെ കാണാം. ഓക്കെ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു പ്രാങ്ക് കിട്ടി. അതിന് ശേഷമുള്ള ഇരിപ്പാണ് ഇട്ടത്. അപ്പം അത് എന്താ പ്രാങ്ക് എന്നുള്ളത് നമുക്ക് അറിയണ്ടേ. അവിടെ ഞങ്ങൾ പ്രശസ്തമായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടി പരിചയപ്പെട്ടു. പക്ഷെ അത് ആദ്യം ഞങ്ങൾക്ക് ആരാണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അത് സലാമിൽ നിന്ന് തുടങ്ങി പിന്നെ ഞങ്ങളിൽ എല്ലാവർക്കും വ്യാപിച്ചു. അങ്ങനെ വലിയ ടൂർണമെന്റൊന്നുമല്ല. നീ വായിച്ചതിന് കൂടുതൽ പൈസ. ഇതാണ് ദയാബായ്. അറിയുന്നവർക്ക് ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിലൊന്ന് പോയി സെർച്ച് ചെയ്താൽ മതി. ആക്ടിവിസ്റ്റാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഇവൻ സലാം ഒരു വീഡിയോ എടുത്ത് അതൊന്ന് കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ ജസ്റ്റ് ഇവനെ ഗിവ് മി മണി എന്ന് പറഞ്ഞ് പ്രാങ്ക് ആക്കിയതാണ്. എനിക്ക് വീഡിയോ എടുത്തതിന് പൈസ വേണം, നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കാതെ വീഡിയോ എടുത്തത്, എനിക്ക് കുറേ മക്കളുണ്ട് അവർക്ക് പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്രാങ്ക് ആക്കിയതാണ്. അങ്ങനെ നമ്മൾ പോയി പരിചയപ്പെട്ട് കമ്പനിയായി. ഒരു ഫോട്ടോയ്ക്ക് നിന്ന് തരില്ല എന്ന് പറഞ്ഞ ആൾ നമ്മുടെ ഒപ്പം കുറച്ച് ഫോട്ടോസിനൊക്കെ നിന്ന് തന്ന്. അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രാങ്ക് നമ്മൾ നീലപ്പാലം വെറുതെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാതെ കണ്ടുമുട്ടി പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എയ്റോപ്ലെയിൻ ഡയറക്റ്റായിട്ട് ലാൻഡ് ചെയ്യാൻ പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ നല്ലൊരു സീനിയർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് ഇത്രയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് കയറാൻ പോവുകയാണ്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അടിച്ചു പൊട്ടിക്കുക. പിന്നെ എല്ലാവരുടെയും അഭിപ്രായം രേഖപ്പെടുത്തുക. ടാറ്റാ.